ഇപ്പോൾ നിങ്ങൾ പറയുന്നു ഹൈ സാലറി. എന്താണ് ഈ ഹൈ സാലറി? എത്രയാണ് ഹൈ സാലറി? ഒരു ബിഗിനർക്ക് കിട്ടുന്ന ബിഗിനിങ് സാലറി എത്രയാണ് മെഡിക്കൽ കോഡറായിട്ട്? എക്സ്പീരിയൻസ്ഡ് ആവുന്ന ഒരു മെഡിക്കൽ കോഡർക്ക് കിട്ടുന്ന സാലറി എങ്ങനെയാണ്? ജോബിൻ്റെ പ്രൊമോഷൻ സ്കെയിൽ എങ്ങനെയാണ്? ഇതൊക്കെ എങ്ങനെയാണ് ഇതിൽ വർക്കൗട്ട് ആവുന്നത്? നല്ലൊരു ചോദ്യമാണ്. ഇതിൽ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ സാലറി ഒക്കെ കമ്പയർ ചെയ്യുക നമ്മുടെ ട്രഡീഷണൽ ജോബ്സിനെ വെച്ചിട്ടാണ്. ഒരിക്കലും മെഡിക്കൽ കോഡിങ്ങിലെ സാലറി നിങ്ങളൊരു ട്രഡീഷണൽ ജോബിനെ വെച്ച് കമ്പയർ ചെയ്യരുത്. എസ്പെഷ്യലി ഇതിൽ ഹൈക്കൊക്കെ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു 27,000 അല്ലെങ്കിൽ 30,000 സ്റ്റാർട്ടിങ് പാക്കേജിലൊരു കുട്ടി മെഡിക്കൽ കോഡറായിട്ട് കയറിയെന്ന് വിചാരിക്കുക. നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഞാനീ പറയുന്നത്. ഒരു 2 years കൊണ്ട് തന്നെ ആ പാക്കേജ് അറൗണ്ട് 50+ ആവും. ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്കത് ദഹിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ഡോളറിലാണ് കമ്പനീസിന്, ഓഫ് കോഴ്സ്. ഇപ്പോൾ പാക്കേജൊക്കെ അതിനനുസരിച്ചാണ് കുട്ടികളിലേക്ക് എത്തുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കാർഡികളുടെ കുട്ടികളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഇത് പറയുമ്പോൾ, ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ ചാനലൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. UAE 10.5K ദിറംസ് വാങ്ങിക്കുന്ന കുട്ടികളുടെ കാര്യം നമ്മൾ പറയുമ്പോൾ അതിന് അണ്ടറിൽ വരുന്ന കമൻസ് മുഴുവൻ അവർ ഈ ട്രഡീഷണൽ ജോബ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആൾക്ക് ഈ ജോബിന് പോയിക്കൂടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആ കുട്ടിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവൾ അവിടെ RCM ഹെഡാണ്, റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റിലെ ഹെഡാണ്. നമ്മുടെ കാർഡിയയിലെ കുട്ടി തന്നെ, അതായത് 2018 ബാച്ചിലെ കുട്ടിയായിരുന്നു ഈ കുട്ടി. ഇദ്ദേഹം അവിടെ കാർഡിയയിൽ പഠിച്ച കുട്ടികളെ തന്നെ റിക്രൂട്ട് ചെയ്യുന്ന ലെവലിലേക്ക് വന്നു. അവളുടെ പാക്കേജ് ഓഫ് കോഴ്സ് ഇറ്റ്സ് 10.5K ദിറംസ് തന്നെയാണ്. ഇതെന്തുകൊണ്ട് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ കമ്പയർ ചെയ്യുന്നത് ട്രഡീഷണൽ ജോബ്സുമായിട്ടാണ്. ഇതാണ് ഇഷ്യൂ.